ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മൻ വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങൾ, മലയാള ചിത്രങ്ങൾ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്യഭാഷ ചിത്രങ്ങളും ഈ ഒരാഴ്ചയിൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫാമിലി പടം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉദയ് കാർത്തിക്, അതുപോലെ തന്നെ വിവേക് പ്രസന്ന, പാർത്ഥിബൻ, ശുഭിഷ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ വേദിയിലെടുത്താവുന്ന ഒരു കൊച്ചു ചിത്രമായിരുന്നു ഫാമിലി പടം എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ നമ്മുടെ സിംപ്ലി സൗത്തിലൂടെയും അതുപോലെ തന്നെ ടെൻഡാക്കോട്ടയിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം സിംപ്ലി സൗത്തിലൂടെയും ടെൻഡാക്കോട്ടയിലൂടെയും ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സുതുകാവും 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശിവ, അതുപോലെ തന്നെ അശോക് സെൽവൻ, ബോബി സിൻഹ, കരുണാകരൻ, രമേശ് ചിലക എന്നിവർ, MS ഭാസ്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു കോമഡി ഡ്രാമ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് സുതുകാവും 2 എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആഹാ തമിഴും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആഹാ തമിഴിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും പൊങ്കൽ റിലീസായിട്ട് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹാ തമിഴിലൂടെയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പണി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോജു ജോർജ്, ജുനൈസ്, സാഗർ സൂര്യ, അതുപോലെ തന്നെ സീമ, അഭിനയ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുന്ന ഒരു ചിത്രമായിരുന്നു പണി എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് നവംബർ മാസം തിയേറ്ററിൽ വൻപന കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പണി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ സോണി ലീവാണ്. ചിത്രം ഇപ്പോൾ സോണി ലീവിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം സോണി ലീവിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് രാഘവൻ, ദിലീഷ് പതൻ, വാണി വിശ്വനാഥ്, വിനീത്, അതുപോലെ തന്നെ അനുരാഗ് കശ്യപ്, സുരഭി ലക്ഷ്മി, അങ്ങനെ ഒട്ടനവധി വൻ താരനിരയോടുകൂടി വന്നിട്ടുള്ള ഒരു ആശികബു ചിത്രമായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. ക്രിസ്മസിന് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പാനതി ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഐ ആം കാതലൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നസ്ലിൻ ഗഫൂർ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, ലിജോ മോൾ, വിനീത് വിശ്വ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഐ ആം കാതലൻ എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഒരു ടെക്നോ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഐ ആം കാതലൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജമീലാൻ്റെ പൂവങ്കോഴി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബിന്ദു പണിക്കർ, അതുപോലെ തന്നെ മിഥുൻ, നളിനി മോഹൻദാസ്, അതുപോലെ തന്നെ സൂരജ് ബോബ്, പൗളി വിൽസൺ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി ഡ്രാമ വേദിയിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ജമീലാൻ്റെ പൂവങ്കോഴി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സൈന പ്ലേ ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതി സൈന പ്ലേയിലൂടെ ചിത്രം വൈകിട്ടായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാന്ദ്ര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീപ്, തമന്ന ഭാട്ടിയ, KB ഗണേഷ് കുമാർ, കലാഭവൻ ഷാജോൺ, സിദ്ദിഖ്, മമത മോഹൻദാസ്, പിന്നെ അതുപോലെ തന്നെ ശരത് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച് അരുൺ ഗോപി സംവിധാനം ചെയ്തൊരു ചിത്രമായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്ന ഒരു കൊല്ലം ഈ ചിത്രം ഇപ്പോൾ OTT റിലീസിന് എത്തിയിട്ട് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നത് ചിത്രം ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസ് റിലീസിന് എത്തുന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭരത്, ഷാൻ, അതുപോലെ തന്നെ അഭിരാമി, തലൈവാസൽ വിജയ്, പവിത്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൈപ്പർ ലിങ്ക് ത്രില്ലർ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രാംനഗർ ബണ്ണി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ചന്ദ്രകാസ്, അതുപോലെ തന്നെ വിസ്മയശ്രീ, അംബിക വാണി, രചന ജോഷി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ
എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു രാംനഗർ ബണ്ണി എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആഹാ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതി ആഹാ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആഹാ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാരോസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബാരോസ് എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു ഫാൻറ്റസി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ബാരോസ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം ഉൾപ്പെടെയുള്ള മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. അർജുൻ അശോകൻ, സംഗീത, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, സിദ്ദിഖ്, അപർണ ദാസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമാക്സ്, സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24-ാം തീയതി സിംപ്ലി സൗത്തിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും മനോരമാക്സിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആമസോൺ പ്രൈം തൊട്ട് മുന്നത്തെ ആഴ്ചയായിട്ടുള്ള ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതിയും സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹലോ മമ്മി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി, ജഗദീഷ്, ജോണി ആൻ്റണി, അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കോമഡി ഡ്രാമ പദത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജനുവരി മാസം 24-ാം തീയതി നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഒരു അൺനോൺ സോഴ്സിൽ നിന്നാണ് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റസാക്കർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബോബി സിൻഹ, വേദിക, അതുപോലെ തന്നെ തലൈവാസൽ വിജയ്, ഇന്ദ്രജ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹെപ്പിക് ഹിസ്റ്റോറിക്കൽ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു റസാക്കർ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആഹാ തെലുങ്കാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24-ാം തീയതി ആഹാ തെലുങ്കിലൂടെ ഈ ചിത്രം തമിഴ് ഭാഷയിലൂടെയും തെലുങ്ക് ഭാഷയിലൂടെയും പാൻ ഇന്ത്യ ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇസാബ് ബറാബർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മാധവൻ, അതുപോലെ തന്നെ നിതിൻ മുകേഷ്, അതുപോലെ തന്നെ കീർത്തി കുൽക്കർണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ പദത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ഹിസാബ് ബറാബർ എന്ന് പറയുന്നത്. C5 ഡയറക്റ്റ് OTT റിലീസ് ചെയ്തതാണ്. ഈ വരുന്ന ജനുവരി മാസം 24-ാം തീയതി C5 പാൻ ഇന്ത്യ ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിൽ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിടുതലൈ പാർട്ട് 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് സേതുപതി, സൂരി, കിഷോർ, അതുപോലെ തന്നെ ഗൗതം വാസുദേവമേനോൻ, മഞ്ജു വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു വിടുതലൈ പാർട്ട് 2 എന്ന് പറയുന്നത്. നമ്മുടെ വെട്രിമാരൻ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു. വിടുതലൈ 1-നേക്കാൾ കുറച്ചുകൂടിയും ബെറ്റർ ആയിരുന്നു വിടുതലൈ പാർട്ട് 2 എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 24-ാം തീയതി C5 പാൻ ഇന്ത്യ ഭാഷയിൽ തമിഴ്, മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പുഷ്പ 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അല്ലു അർജുൻ, അതുപോലെ തന്നെ രശ്മിക മന്ദാന, അതുപോലെ തന്നെ ഫഹദ് വാസിൽ, രാഹു രമേശ് അങ്ങനെ വൻ താരനിരയോടുകൂടി വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പുഷ്പ 2 എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 29-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം അൺകട്ട് വെർഷനാണ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ